അങ്ങനെ ഇന്ന് വിഷുവാണ്, നാളെ വിഷുവാണ്. അപ്പോൾ തലേ ദിവസം രാത്രിയാണ്. അപ്പോൾ വിഷുവിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിഷുവിന് അട ഉണ്ടാക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. പിന്നെ ഇത് കണി വെക്കാനുള്ള സാധനങ്ങളാണ്. ഒക്കെ ഞങ്ങൾ ഉച്ച സമയത്ത് പോയി ഹൈപ്പറിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാട്ടോ. അപ്പോൾ ടേബിളിൽ വെക്കാൻ സ്ഥലത്തോട്ട് ഞാൻ എല്ലാതും സോഫയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. വൈകുന്നേരം നമുക്ക് കണി വെക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പടക്കം പൊട്ടിക്കലൊക്കെ നടക്കുന്നുണ്ട് ഉമ്മർത്ത്. അതെൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്, അതെൻ്റെ അനിയൻ, അങ്ങനെയാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഓരോ സ്ഥലത്തൊക്കെയാണ്, എല്ലാവരും ഉണ്ട്. കുറേ പടക്കമുണ്ട്, ഗുണ്ടൊക്കെ വാങ്ങിച്ചോർന്ന് വെച്ചിട്ടുണ്ട് പൊട്ടിക്കാൻ. പിന്നെ അവിടെ പടക്കം പൊട്ടിക്കലൊക്കെ നടക്കുന്നുണ്ട്. ഇവർക്കെന്ന് പറയണത് വിഷു എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടിക്കാനുള്ളൊരു ദിവസമാണ്. അപ്പോൾ അനിയത്തിക്ക് വിശേഷമാണ്, 8ാമത്തെ മാസമായിട്ട്. അപ്പോൾ അവളവിടെ ഇരിക്കുമ്പോൾ അമ്മ വഴക്ക് പറയണം, അവിടെ നിന്ന് മാറി ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട്. പടക്കം പൊട്ടിക്കും മേത്തേക്ക് എങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്കെന്ന് പറയുന്നത് ഈ വിഷു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് ഞങ്ങളുടെ വാലായ്മ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ വിഷുവാണ്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് അത്രയും നന്നായി ആഘോഷിക്കണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇവിടെ കൂടിയത്. അപ്പോൾ ഇതാ മെൽബി പടക്കം കൊണ്ടുവന്ന് പൊട്ടിക്കുന്നുണ്ട്, കഴിയുന്നതിനനുസരിച്ച് പോയി വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ പടക്കം പൊട്ടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എങ്ങാനും പൊട്ടിക്കുന്ന സമയത്ത് മേത്തേക്ക് എങ്ങാനും തെറിക്കുകയോ. ഇവർക്കാണെങ്കിൽ ഒരു ശ്രദ്ധയില്ല, അങ്ങനെ പൊട്ടിച്ച് കൂട്ടുകയാണ് എല്ലാതും. ഭയങ്കര ധൈര്യമാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് വല്ലപ്പോഴും ഒരു ദിവസമല്ലേ പൊട്ടിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് തീയൊക്കെ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ. ഞാനതാ പറയണേ, ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മാറി നിൽക്കുമെന്ന്. അപ്പോൾ അതാ മേലെയൊക്കെ വെച്ച് പൊട്ടിക്കുന്നുണ്ട്. എത്ര അന്ന് വാങ്ങിച്ചു പടക്കം, അതിൻ്റെ തലേ ദിവസം വാങ്ങിച്ചു. വിഷുവിൻ്റെ തലേ ദിവസമാണ് ഇപ്പോൾ. അന്ന് വിഷുവിൻ്റെ അന്നും കുറേ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതവിടെ ഇവർക്ക് ഫുള്ള് ഉമ്മർത്താണ് വൈബ്. അപ്പോൾ അമ്മേനെ വിളിച്ചുകൊണ്ട് പോയിക്കാണ് പുറത്തേക്ക് പടക്കം പൊട്ടിക്കണത് കാണാൻ. അങ്ങനെ പുലർച്ചെയായിട്ടോ. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടം തരികയാണ്. കണിയൊക്കെ വെച്ചാൽ കണിയൊക്കെ കണ്ടു, അനിയത്തിക്ക് കൊടുത്തു. അപ്പോൾ അതവിടെ കാലൊക്കെ തൊട്ടിങ്ങനെ. പിന്നെ മെരുപ്പിക്ക് കൊടുത്തു. മെരുപ്പി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് അത്രയും ഇതായിട്ട് കൊടുക്കണത്, ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. പിന്നെ ഇത് എൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ് രാജേഷ്. അപ്പോൾ പുള്ളിക്കും കൊടുത്തു. അമ്മ കഴിഞ്ഞിട്ട് തരുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ് ഞങ്ങൾക്കൊക്കെ. കാരണം ഞങ്ങൾക്ക് അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛനും തരുമായിരുന്നു. അപ്പോൾ അത് അവൻ പൂച്ചേനെ കൊണ്ടുവന്നിട്ട് അതിനെയും കണി കാണിച്ചു. അതിലെല്ലാവരും അവിടെ കൂട്ടം ചിരിയായിട്ട് രാവിലെ തന്നെ. പിന്നെ അത് ഇവിടെ പടക്കം പൊട്ടിക്കൽ നടക്കണം. എൻ്റെ അനിയന് പിന്നെ കൈനീട്ടും വേണ്ട, കണിയും വേണ്ട, ഒന്നും വേണ്ട, പടക്കം പൊട്ടിക്കൽ പറഞ്ഞിട്ടാണ് നടക്കണത്. അവൻ പടക്കം പൊട്ടിക്കാനായിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ വിഷു എൻ്റെ വീട്ടിലാണ് കേട്ടോ ആഘോഷിച്ചത്. ഞങ്ങളുടെ വീട്ടിൽ പടക്കം കത്തിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇവിടെ കത്തിച്ചത്. അപ്പോൾ അതാ ഒരേ കത്തിക്കലാണ് ഇവിടെ. ഞങ്ങൾ പറഞ്ഞതിലൊന്നും കേൾക്കണമൊന്നുമില്ല. പിന്നെന്താ വിഷുവിൻ്റെ അന്ന് സദ്യ കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു അവൾക്ക്. കാരണം അവൾ ഒന്നാമത് പ്രഗ്നൻ്റ് ആയിരിക്കണമല്ലോ, അപ്പോൾ അവൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ വേണം. പിന്നെ കോസ്റ്റ്യൂം ഇട്ടിട്ട്, പിന്നെ എൻ്റെ ഫോട്ടോ ആണ്, ഞാൻ എടുത്ത ഡ്രസ്സാണ് കേട്ടോ അത്. ഇതായിരുന്നു എൻ്റെ ലുക്ക്. പിന്നെ അത് ഞങ്ങൾ കുറച്ച് നേരം വൈകുന്നേരം ആയപ്പോൾ ഇച്ചിരി നടക്കാൻ പോയി. അവൾക്കിപ്പോൾ നടക്കേണ്ട സമയമാണ്, എനിക്ക് നടക്കണം കേട്ടോ. കാരണം ഞാൻ വെയിറ്റ് കൂടിയതുകൊണ്ട് ഞാനും നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ചെറിയുണ്ട്, അവിടെ പോയിട്ട് നടന്നിട്ട് വരികയാണ്. അപ്പോൾ ഇവള് പറഞ്ഞു നീ നടക്ക്, ഞാൻ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്തുതരാമെന്ന് പറഞ്ഞു. ഇവള് എന്നിട്ട് ഈ വിശേഷമായിരിക്കും വയറുള്ളതുകൊണ്ട് ഇങ്ങനെ ബാക്കടിച്ച് എന്നെ നോക്കിയിട്ടാണ് വീഡിയോ എടുക്കുക. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാനിങ്ങനെ അവളോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് ഇങ്ങനെ നടന്നു വരാം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഈ വർഷത്തെ ഒരു വിഷു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമുള്ളൊരു വിഷുവാണ്. കാരണം ഞങ്ങൾ മക്കളെല്ലാം അങ്ങനെ ഞങ്ങൾ നടക്കാനൊക്കെ പോയി തിരിച്ച് വരാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.